പക്കാവട വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ്. ഇന്ന് പക്കാവട എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. പക്കാവട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി അരച്ചെടുക്കാം. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 അല്ലി വെളുത്തുള്ളി, ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി പെപ്പർ കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം, അരയാനും മാത്രമുള്ള വെള്ളം കൂടെ ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ചുകൂടെ അരയാനായിട്ടുണ്ട്, ഒന്നുകൂടെ അരച്ചെടുക്കുക. ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് അരയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഒന്നുകൂടെ അരച്ചെടുക്കുക. ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഫ്ലേവർ ആ വെള്ളത്തിലേക്ക് വരാനായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. മാത്രമല്ല, നമ്മൾ പക്കാവട ഉണ്ടാക്കിയ അച്ചിക്കൂടെ പിഴിയുമ്പോൾ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റക്കാവും. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് അരിച്ചെടുക്കുക. അടുത്തായിട്ട് നമുക്ക് കടലമാവ് ഇടഞ്ഞെടുക്കാം. കടലമാവിൽ എപ്പോഴും ഒരു കട്ടകളുണ്ടാവും, അപ്പം അതുകൊണ്ട് ഇതെപ്പോഴും ഇടഞ്ഞെടുക്കുക. ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പും 1 ടേബിൾ സ്പൂണാണ്. ഇടയുന്നതിന് മുമ്പ് 100 ഗ്രാം ഉണ്ട്. 100 ഗ്രാം കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. കട്ടകൾ കണ്ട 1 സ്പൂൺ വെച്ച് തള്ളിയെടുക്കാം. അപ്പം 100 ഗ്രാം കടലപ്പൊടിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് 1/4 കപ്പ് അരിമാവാണ്. അരിപ്പൊടി ഉദ്ദേശിക്കുന്നത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. അതൊരു 1/4 കപ്പ്. 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ കൂടെ എടുക്കുക. 50 ഗ്രാമാണ് നമുക്ക് വേണ്ടത്. അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഹീപ്ഡായിട്ട് കായംപൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നോർമൽ റൂം ടെമ്പറേച്ചർ വെള്ളം ഒഴിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിക്കാം. നമ്മൾ ഇവിടെ വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് അരച്ചല്ലോ, ആ വെള്ളം ആദ്യം എടുക്കാം. മെഷറിംഗ് കപ്പിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇച്ചിരി അയവ് വേണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചെടുക്കുക. പിന്നെ ഇവിടെ 1/4 കപ്പ് ഫുൾ ഒഴിച്ചു, കൂടാതെ ഒരു എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും വ്യത്യാസം വരും. ഓരോ നമ്മൾ ഉപയോഗിക്കുന്ന പൊടികൾ വെച്ചിട്ട് കുറച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നോക്കിയിട്ട് ഒഴിക്കുക. ഈ ഒരു പരുവത്തിൽ എടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. നോക്കി കഴിഞ്ഞാൽ കണ്ടോ, കയ്യിലൊക്കെ ഇച്ചിരി ഒട്ടിപ്പിടിക്കുന്നൊരു പരുവ. ഈ ഒരു പരുവ മതി. നമുക്ക് മാറ്റി വെക്കാം. എണ്ണ ചൂടാക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. എനിക്ക് ഏത് എണ്ണയിലാണ് കുക്ക് ചെയ്യാൻ ഇഷ്ടം അതനുസരിച്ച് ഉപയോഗിക്കാം. ഇവിടെ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഡോ ഇതിനകത്തേക്ക് ഇടാം.
ഞാൻ പക്കവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതിനകത്തേക്ക് ഇടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തൊലിയോടുകൂടുള്ള വെളുത്തുള്ളിയാണ്. തൊലിയോടുകൂടെ തന്നെ ക്രഷ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സ്കിന്ന് നമ്മളങ്ങ് കളയും. അതിന് ശേഷം അകത്തുള്ള സ്കിന്നാണ് ഇരിക്കുന്നത്. കഴുകിയെടുക്കുക. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ പക്കവടയുടെ ഒപ്പം ഈ വെളുത്തുള്ളി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതിനകത്തേക്ക് പക്കവട ആദ്യം ഇടാം. പ്രസ് ചെയ്തിടാം. ചെറിയ ചെറിയ ബാച്ചായിട്ട് ഇടുന്നത്. പിന്നെ അപ്പം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. ഉടനെ ടേൺ ചെയ്യല്ല. നന്നായിട്ടൊരു സൈഡ് കുക്കായി കഴിയുമ്പോൾ ടേൺ ചെയ്യുക. ഇവിടെ പക്കാവട 2 സൈഡും ഫ്രൈഡ് ആയിട്ടുണ്ട്. ഒരു ബോളിലേക്ക് എടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. വളരെ സ്മൂത്തായിട്ട് വരും. ഇതിലേക്കും കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി. ഒരു ബാച്ചായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫുൾ ഒരു ഒറ്റ ബാച്ചിൽ തന്നെ എല്ലാം വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒരുമിച്ചിടാം. ഞാൻ ഉപയോഗിക്കുന്ന പാത്രം ചെറുതായതുകൊണ്ടാണ് പല ബാച്ചായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉടനെ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും. അത് ഇത് ചൂട് മൊത്തം പോയി കഴിയുമ്പോൾ നല്ല ക്രിസ്പ് ആകത്തുള്ളൂ. ഒരുപാട് മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു കരിഞ്ഞ ചവ വരും. അതുകൊണ്ട് എപ്പോഴും ഒരു പാകത്തിന് എടുക്കുക. ഈ ഒരു ബാച്ചും റെഡിയാണ്. ഞാൻ മീഡിയം ഹീറ്റിലാണ് ത്രൂ ഔട്ട് കുക്ക് ചെയ്തത്. ഇടയ്ക്ക് തീ കൂട്ടി വെക്കുക. ചൂട് കുറയാന്ന് കാണുമ്പോൾ ഒരിക്കലും ലോ ഫ്ലെയിമിലാക്കില്ല, എണ്ണ വല്ലാണ്ട് കുടിക്കും. നമ്മുടെ പക്കാവടയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ഹൈ ഹീറ്റിൽ വേണം ഇടാൻ. ലോ ഫ്ലെയിമിൽ ഇടില്ല, എണ്ണ വല്ലാണ്ട് കുടിക്കും. അപ്പോൾ നമ്മൾ ഈ അളവിൽ നമുക്കൊരു 210 ഗ്രാം പക്കാവടയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങൾ ഷോപ്പുകളിൽ പോയി വാങ്ങിക്കാതെ നമുക്ക് വീടുകളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ടെക്സ്ചർ നോക്കിയാൽ നല്ല ക്രിസ്പിയാണ്. പക്ഷേ ഭയങ്കര ഹാർഡായിട്ടുള്ള ക്രിസ്പല്ല. ചില സ്ഥലത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഹാർഡായിട്ട് വരും. അങ്ങനെയല്ല, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കാവടയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.